വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാടിനടുത്ത് കാക്കനാട് കളക്ടറേറ്റിലേക്ക് വെറും 10 മിനിറ്റ് ഡ്രൈവിൽ എത്തിച്ചേരാൻ പറ്റുന്ന ലൊക്കേഷൻ, നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരു വില്ല പ്രൊജക്റ്റിനുള്ളിലായിട്ടുള്ള 3 BHK വീടുമായിട്ടാണ്. 3.5 സെൻറ്റിൽ 1680 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് വന്നിട്ടുള്ളത്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ബോക്സി എലിവേഷൻ നിർമ്മിച്ചിട്ടുള്ള ഈ വീടിൻ്റെ എലിവേഷന് ഭംഗി നൽകുന്നത് ഫ്രണ്ട് എലിവേഷനിൽ കൊടുത്തിട്ടുള്ള വാൾ ടൈലുകളാണ്. കൂടാതെ അത്യാവശ്യം സ്പോട്ട് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. 4.3 മീറ്റർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വില്ല വരുന്നത്. ഇൻ്റർലോക്ക് കട്ടകളാണ് ഈ റോഡിൽ യൂസ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നാൽ സ്ക്വയർ ട്യൂബ് വർക്കിലാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ താഴത്തെ പോർഷൻ സ്ട്രക്ചറിലുമാണ് വരുന്നത്. കോമ്പൗണ്ട് വാളിൻ്റെ പില്ലറിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. 4.8 മീറ്ററാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. കോമ്പൗണ്ട് വാളും ഗേറ്റും മാച്ച് ചെയ്യുന്ന കളർ കോമ്പിനേഷനിലാണ് വരുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇൻ്റർലോക്ക് കട്ടകൾ വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. തെക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് കവേർഡ് കാർ പാർക്കിംഗ് വരുന്നത്. 16 അടി നീളവും 8.5 അടി വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് വരുന്ന പില്ലറിന് ടൈൽ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ട് സൈഡായ സൗത്ത് സൈഡിലാണ് ഉള്ളത്. 7 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഇവിടെയും ഇൻ്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. കൂടാതെ ഈ സൈഡിലായിട്ട് 2 സെക്ഷനായിട്ട് വളരെ മനോഹരമായി ചെയ്ത ഗാർഡൻസും കാണാം. ഈ ഒരു എലിവേഷന് ഭംഗി നൽകാനായി ഇവിടെ എല്ലാം തന്നെ ടൈൽ വർക്കാണ് വന്നിരിക്കുന്നത്. കൂടാതെ ലൈറ്റ്സും വാൾ ടൈലും സ്പോട്ട് ലൈറ്റും എല്ലാം നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ വെസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഇവിടെ എല്ലാം തന്നെ ഇൻ്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ നോർത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഇവിടെയും ഇൻ്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ കിച്ചൺ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയാണ് നമുക്ക് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷനായിട്ട് വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഈസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 4 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഇവിടെയും ഇൻ്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കിണർ വന്നിരിക്കുന്നത്. കിണർ കൂടാതെ KW വാട്ടർ കണക്ഷനും ഉണ്ട്. 2 സൈഡിലും ടാപ്പും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തും ഇൻറ്റേർണൽ റോഡാണ് വരുന്നത്. വീടിൻ്റെ ഫ്രണ്ടിലായി സ്റ്റെപ്പുകൾ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പും വാതിലും നനയാതിരിക്കാനായി ഗ്ലാസിൻ്റെ ഒരു ഷെയ്ഡും ഇവിടെയായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഗ്ലാസ് വന്നിരിക്കുന്നത്. മെയിൻ ഡോർ തെക്ക് ദർശനമായിട്ട് മഹാഗണിയിൽ 2 പാളികളായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ മനോഹരമായ ഹാൻഡിൽസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫ്രെയിം പാനലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് മനോഹരമായ ഒരു ലൈറ്റും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ ലിവിങ് സ്പേസിലേക്ക് വരാം. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ലിവിങ് സ്പേസ് വരുന്നത്. 10 അടി നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ലിവിങ് സ്പേസിന് ഉള്ളത്. സൗത്തിലേക്ക് വലിയ 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റ്സും സ്ട്രിപ്പ് ലൈറ്റ്സും പ്രൊവൈഡ് ചെയ്ത് സീലിംഗ് ഫാനും വന്നിട്ടുണ്ട് ഈ ഒരു ലിവിങ് സ്പേസിൽ. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പാനലിംഗ് വർക്ക് വന്നിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ വിശാലമായ ഡൈനിങ് സ്പേസ് വരുന്നത്. 14.5 അടിയോളം നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. നോർത്തിലേക്ക് 3 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. സീലിംഗ് വർക്കുകളൊക്കെ കൊടുത്ത് സീലിംഗ് ലൈറ്റും സീലിംഗ് ഫാനും സ്ട്രിപ്പ് ലൈറ്റും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഡൈനിങ് സ്പേസിൻ്റെ സീലിംഗ് വർക്കുകൾ വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ലിവിങ്ങിൽ നിന്ന് വരുമ്പോൾ ഉള്ള പാനലിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ താഴെയായിട്ട് കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് നമ്മുടെ വാഷ് കൗണ്ടർ ഏരിയയിലേക്ക് വരുന്നത്. സെറയുടെ വാഷ് കൗണ്ടറാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു മിറർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ബാക്ക് സൈഡിലെല്ലാം തന്നെ വാൾ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും വന്നിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ വീട്ടിൽ V-ഗാർഡിൻ്റെ വയേഴ്സും V-ഗാർഡിൻ്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ ഗ്രേ കളറിലുള്ള ഗ്ലോസി ടൈലാണ് വന്നിരിക്കുന്നത്.
നമുക്കിനി ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചണിലേക്ക് വരാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിരിക്കുന്നത്. നാനോ വൈറ്റ് ആണ് കൗണ്ടർ ടോപ്പായിട്ട് വരുന്നത്. കൂടാതെ ബാക്ക് സൈഡിലായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ഇതിനെ കണ്ടിന്യൂ ചെയ്തു വരുന്ന പാനലിൽ സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് നമ്മുടെ ഈ കിച്ചൺ വരുന്നത്. 14 അടിയോളം നീളവും 7 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. സൗത്തിലേക്ക് 2 ഡോർ വിൻഡോയും ഈസ്റ്റിലേക്ക് 3 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വന്നിരിക്കുന്നത്. ഫാബറിൻ്റെ ഒരു ഇലക്ട്രിക് ചിമ്മിനിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 3 ലെയറായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. നാനോ വൈറ്റ് തന്നെയാണ് കൗണ്ടർ ടോപ്പായിട്ട് വരുന്നത്. ഈ ഒരു കോർണറിലായിട്ട് അത്യാവശ്യം വലുപ്പമുള്ള ഒരു സിങ്ക് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടോ നമുക്ക് ഫ്രിഡ്ജ് വെക്കാവുന്നതാണ്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റും സീലിംഗ് ഫാനോടും കൂടിയാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരാം. ബെഡ്റൂമിൻ്റെ ഡോർ സ്കിൻ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 14 അടിയോളം നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റും സീലിംഗ് ഫാനോടും കൂടി വരുന്ന ഈ ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ ഇൻസൈഡ് സ്പേസ് പോവാത്ത രീതിയിലാണ് ഈ ഒരു വാൾഡ്രോബ് ഇവിടെ ചെയ്തിരിക്കുന്നത്. വാൾഡ്രോബിൽ മിററും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. ഒരു സിൽവർ സ്ട്രിപ്പൊക്കെ കൊടുത്ത് മെറ്റലിൻ്റെ ഒരു നോബുമാണ് ലോക്കായിട്ട് നൽകിയിരിക്കുന്നത്. ഈ ഒരു ബാത്റൂമിൻ്റെ ഒരു കോർണറായിട്ടാണ് സെറയുടെ വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നത്. കൂടാതെ വലിയൊരു മിററിൻ്റെ ബാക്ക് സൈഡിൽ സ്ട്രിപ്പ് ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിന് മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിംഗിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വാള് കംപ്ലീറ്റ്ലി നല്ല പ്ലസന്റ് ലുക്കിലുള്ള ടൈലാണ് നൽകിയിരിക്കുന്നത്. വാട്ടർ ക്ലോസറ്റും സെറയുടെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും 2 ലെയറായിട്ടാണ് വന്നിരിക്കുന്നത്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ വുഡും MS-ഉം ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെപ്പ് കയറി വരുമ്പോൾ ലാൻഡിങ്ങിനോട് ചേർന്ന വാളിൽ പർഗോളകൾ നൽകി ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ സ്റ്റെയറിൻ്റെ പോർഷനിലേക്കും ഡൈനിങ് സ്പേസിലേക്കും അത്യാവശ്യം നാച്ചുറൽ ലൈറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. സ്റ്റെയർ കയറി വരുന്നത് ഒരു അപ്പർ ലിവിംഗ് സ്പേസിലാണ്. ഈ ഒരു ഭാഗത്തു നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വന്നിരിക്കുന്നത്. സ്റ്റെയർ സ്ട്രക്ചറിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. കൂടാതെ ഹാൻഡ് റെയിൽ വുഡും MS-ഉം ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി വരുന്ന ലാൻഡിങ്ങിനോട് ചേർന്ന് മുകൾ ഭാഗത്തും പർഗോളകൾ നൽകി ഗ്ലാസ് കൊണ്ട് കവർ ചെയ്യുന്നു. പിന്നീട് നമ്മൾ വരുന്നത് വിശാലമായ അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. 14 അടിയോളം നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു അപ്പർ ലിവിങ്ങിന് ഉള്ളത്. നോർത്തിലേക്ക് 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസും സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റും സീലിംഗ് ഫാനോടും കൂടിയാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും സ്കിൻ ഡോറാണ് നൽകിയിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 14 അടിയോളം നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റും സീലിംഗ് ഫാനോടും കൂടി വരുന്ന ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് വരുന്നത്. ബെഡ്റൂമിൻ്റെ സ്പേസ് പോവാത്ത രീതിയിൽ തന്നെയാണ് ഈ വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ വാൾഡ്രോബിൽ മിററും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. താഴത്തെ പോലെ തന്നെ ഒരു സിൽവർ സ്ട്രിപ്പൊക്കെ കൊടുത്ത് മെറ്റൽ ലോക്കാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ ഒരു കോർണറിലായിട്ട് സെറയുടെ ഒരു വാഷ് കൗണ്ടറും വലിയ ഒരു മിററും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് വാട്ടർ ക്ലോസറ്റ് വന്നിരിക്കുന്നത്. സെറയുടെ തന്നെയാണ് വന്നിരിക്കുന്നത്. താഴത്തെ ബാത്റൂമിനെ അപേക്ഷിച്ച് ടൈലിൻ്റെ പാറ്റേണിൽ ഒരു ചേഞ്ച് ഈ ഒരു ബാത്റൂമിലുണ്ട്. കൂടാതെ ഹീറ്ററിൻ്റെ പോയിന്റും എക്സോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും സ്കിൻ ഡോറിലാണ് വന്നിരിക്കുന്നത്. 14 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ ബെഡ്റൂമിൽ നിന്നാണ് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റും സീലിംഗ് ഫാനോടും കൂടിയാണ് ഈ ഒരു ബെഡ്റൂം വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കൗണ്ടറും വലിയ മിററും നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസായ ഈ ഒരു ബാത്റൂമിന് മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വാട്ടർ ക്ലോസറ്റ് സെറയുടെയാണ് വന്നിരിക്കുന്നത്. ഫുൾ വാൾ ഹൈറ്റിലും
ടൈലാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഹീറ്റർ എന്നുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ബാൽക്കണി വരുന്നത്. 12 അടിയിലേറെ നീളവും 6 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ഹാൻഡ് റെയിൽ എസ്എസും ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന പില്ലറിന് വാൾ ടൈലാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ സീലിംഗ് ഫാനും കൂടാതെ മനോഹരമായ ഒരു വാൾ ലൈറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. 9.5 അടിയിലേറെ നീളവും 7.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേസിന് ഉള്ളത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഒന്നുകിൽ ഇതൊരു യൂട്ടിലിറ്റി സ്പേസ് ആയോ അല്ലെങ്കിൽ ഒരു ഓപ്പൺ ബാൽക്കണി ആയോ നമുക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് സെസ്സിലേക്ക് 2.3 കിലോമീറ്റർ, കളക്ട്രേറ്റിലേക്ക് 3 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 5.5 കിലോമീറ്റർ, റെയിൽവേ സ്റ്റേഷനിലേക്ക് 8.4 കിലോമീറ്റർ, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും 9.9 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 5.5 കിലോമീറ്റർ, കലൂരേക്ക് 5.9 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. 3.5 സെന്റ് സ്ഥലത്ത് 1680 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സ്പേസോടും കൂടിയ ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 1,10,00,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ബിൽഡറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും വാങ്ങുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സിൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.